അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇന്ത്യ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്ക് പ്രകാരം ഓരോ മാസം കഴിയുന്തോറും മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോ വർദ്ധിച്ചു വരികയാണ്. അതായത് കൂടുതൽ നിക്ഷേപകർ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ താൽപ്പര്യപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ജനുവരി മാസത്തിൽ ഏകദേശം 21,780 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്ലോയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ വന്നത്. അത് ഫെബ്രുവരി മാസമായപ്പോൾ 23% ഉയർന്ന് 26,866 കോടിയായി മാറി. ഇപ്രാവശ്യം സെക്ടറൽ അല്ലെങ്കിൽ തീമാറ്റിക് ഫണ്ടുകളിലാണ് ഏറ്റവും അധികം ഫണ്ട് ഇൻഫ്ലോ ഉണ്ടായിരിക്കുന്നത്. ജനുവരി മാസത്തിൽ 4,804 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്ലോ ഉണ്ടായ സ്ഥലത്ത് ഇപ്പോൾ 11,262 കോടിയുടെ ഫണ്ട് ഇൻഫ്ലോ ഉണ്ടായി, ഏകദേശം 134% വർധനവ്. പതിവിന് വിപരീതമായി സ്മാൾ ക്യാപ് കാറ്റഗറിയിൽ ഇപ്രാവശ്യം ഫണ്ട് ഇൻഫ്ലോ ജനുവരി മാസത്തേക്കാൾ കുറഞ്ഞിരുന്നു. ജനുവരി മാസത്തിൽ 3,256 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്ലോ ഉണ്ടായപ്പോൾ ഫെബ്രുവരി മാസത്തിൽ ഈ ഫണ്ട് ഇൻഫ്ലോ 10% ഇടിഞ്ഞ് 2,922 കോടിയിലേക്കെത്തി. ഇതിനുള്ള പ്രധാന കാരണം മിഡ് ക്യാപ് സ്മാൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അസറ്റ് മാനേജേഴ്സ് ചില റെഗുലേറ്ററി മെഷേഴ്സും അതുപോലെ തന്നെ ബാക്കപ്പ് പ്ലാനും സ്ട്രെസ് ടെസ്റ്റും നടത്തണമെന്ന് സെബി ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കോഷൻ എന്ന നിലയിലായിരിക്കാം സ്മോൾ ക്യാപ് കാറ്റഗറിയിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോയിൽ 10% ഇടിവ് വന്നത്. മൾട്ടി ക്യാപ് കാറ്റഗറിയിൽ 2,414 കോടിയുടെ ഫണ്ട് ഇൻഫ്ലോ ഉണ്ടാവുകയും ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളിൽ 2,613 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്ലോ ഉണ്ടാവുകയും ചെയ്തു. ഇനി ലാർജ് ക്യാപ് ഫണ്ടുകളിലും ഫണ്ട് ഇൻഫ്ലോ ഉയർന്നിട്ടുണ്ട്. 921 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്ലോ ഉണ്ടായെടുത്ത് ഫെബ്രുവരി മാസത്തിൽ 1,287 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്ലോയാണ് ഉണ്ടായത്. ഇക്വിറ്റി ബേസ്ഡ് മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രമല്ല, ഡെപ്റ്റ് ബേസ്ഡ് മ്യൂച്വൽ ഫണ്ടുകളിലും ഫണ്ട് ഇൻഫ്ലോ വർദ്ധിച്ചിട്ടുണ്ട്. ജനുവരി മാസത്തിൽ ഡെപ്റ്റ് ബേസ്ഡ് മ്യൂച്വൽ ഫണ്ടുകളിൽ 76,468 കോടി രൂപയുടെ ഔട്ട്ഫ്ലോ ഉണ്ടായ സ്ഥലത്ത് ഫെബ്രുവരി മാസത്തിൽ 63,808 കോടി രൂപയുടെ ഇൻഫ്ലോയാണ് ഉണ്ടായിരിക്കുന്നത്. ലിക്വിഡ് ഫണ്ടിലെ ഇൻഫ്ലോ 49,467 കോടിയിൽ നിന്നും 83,642 കോടിയിലേക്ക് ഉയർന്നു. കോർപ്പറേറ്റ് ഫണ്ടിൽ 3,026 കോടിയുടെയും ഗിൽറ്റ് ഫണ്ടിൽ 42 കോടിയുടെയും ഇൻഫ്ലോ ഉണ്ടായി. അതേസമയം ഓവർനൈറ്റ് ഫണ്ടുകളിൽ ഫണ്ട് ഔട്ട്ഫ്ലോ ഉണ്ടായിട്ടുണ്ട്. 8,995 കോടിയിൽ നിന്നും ഔട്ട്ഫ്ലോ 17,375 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ലോ ഡ്യൂറേഷൻ ഫണ്ടുകളിലും ഔട്ട്ഫ്ലോ വർദ്ധിച്ചിട്ടുണ്ട്. ഹൈബ്രിഡ് ഫണ്ട് കാറ്റഗറിയിൽ ഫണ്ട് ഇൻഫ്ലോ 12% വർദ്ധിച്ച് 11,508 കോടിയിൽ നിന്നും 18,105 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. അതുകൂടാതെ ഇൻഡെക്സ് ബേസ്ഡ് ഫണ്ടുകളിലും ETF ബേസ്ഡ് ഫണ്ടുകളിലും ഫണ്ട് ഇൻഫ്ലോയിൽ ഗണ്യമായ വർധനവുണ്ടായി. ETF ഫണ്ട് ഇൻഫ്ലോ ജനുവരി മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 145% വർദ്ധിച്ച് 3,982 നിന്നും 9,756 കോടിയിലേക്ക് ഉയർന്നു. ഇൻഡെക്സ് ഫണ്ടിൽ ഫെബ്രുവരി മാസത്തിൽ 2,536 കോടിയുടെയും ഗോൾഡ് ETF 997 കോടിയുടെയും ഇൻഫ്ലോയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവഴി ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 3.42% വർദ്ധിച്ച് 52.74 ലക്ഷത്തിൽ നിന്നും 54.54 ലക്ഷം കോടിയായി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം സെബി മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജേഴ്സിനോടും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സിനോടും സ്മാൾ ക്യാപ് മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഉണ്ടാകുന്ന സഡൻ ഔട്ട്ഫ്ലോയെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി ഇൻഫ്ലോയെ മോഡറേറ്റ് ചെയ്യാനും പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യാനുമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാകാം ഇപ്രാവശ്യം സ്മാൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോയിൽ ഇടിവ് സംഭവിച്ചത്. ഇനി ഓരോ മാസം കഴിയുന്തോറും മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്ക് ഇത്രയും വലിയ ഫണ്ട് ഇൻഫ്ലോ ഉണ്ടാവുകയും മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ക്യാംസ്, കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് സർവീസ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2,915 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ലോയിൽ നിന്നും സ്റ്റോക്ക് 52 വീക്ക് ഹൈയിലേക്ക് ഉയരുകയാണ്. 52 വീക്ക് ലോ 2,010, 52 വീക്ക് ഹൈ 3,242. 14,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 44.33, ഡിവിഡൻഡ് ഈൽഡ് 1.65%. 4,000 എന്ന ലെവലിൽ നിന്നും സ്റ്റോക്ക് 2,000 എന്ന ലെവലിലേക്ക് ഇടിയുകയും അതിനുശേഷം റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്ത് വീണ്ടും 4,000 എന്ന ലെവലിലേക്ക് ഉയരാനും ശ്രമിക്കുന്ന സ്റ്റോക്കാണ് ക്യാംസ്. ക്യാംസിനെ സംബന്ധിച്ചിടത്തോളം 3,000 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ്. സ്റ്റോക്കിന് 2,850 സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്.
രണ്ടാമത്തേത് HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. മികച്ച പെർഫോമൻസ് നടത്തിയ ഒരു AMCകളിലൊന്നാണ് HDFC AMC. 2022 മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവുകയും 2500-നടുത്ത് ദീർഘകാലം റെസിസ്റ്റൻസ് നേരിടുകയും ചെയ്ത കമ്പനി 2500 എന്ന റെസിസ്റ്റൻസ് മറികടന്നതിന് ശേഷം 4000 വരെ എത്തി. 4000-നടുത്ത് സ്റ്റോക്കിൽ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ട് 3745-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ 3500 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. HDFC AMC അതിൻ്റെ ഓൾ ടൈം ഹൈക്ക് അടുത്തെത്തിയെങ്കിൽ UTI AMCയിൽ ഇനിയും അപ്സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. 890 രൂപയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 1200 52 വീക്ക് ഹൈ. 1200-ൽ നിന്നും സ്റ്റോക്ക് 600 രൂപയിലേക്ക് ഇടിയുകയും അവിടെ നിന്നും കണ്ടിന്യൂസ് അപ് ട്രെൻഡിലേക്ക് സ്റ്റോക്ക് നീങ്ങുകയുമാണ്. അതുകൊണ്ട് UTI AMC എന്ന സ്റ്റോക്കും ഏറെ താമസിയാതെ 52 വീക്ക് ഹൈയിലേക്ക് എത്തിയേക്കാം. നാം അല്ലെങ്കിൽ നിപ്പോൺ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ W പാറ്റേൺ അല്ലെങ്കിൽ ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കിനെയും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 475 വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു. ഈ റെസിസ്റ്റൻസിനെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം 492-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഡബിൾ ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തതുകൊണ്ട് 200 പോയിൻറ്റിൻ്റെ അപ്സൈഡ് നാം ഇന്ത്യ എന്ന സ്റ്റോക്കിൽ പൊസിഷണലി പ്രതീക്ഷിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.